ആനയ്ക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് വയനാട്ടിലെയും കോഴിക്കോടെയും ജനത. പദ്ധതി പൂർത്തിയായാൽ കോഴിക്കോട് വയനാട് ഗതാഗതം സുഗമമാകും. യാത്രാസമയം കുറയുകയും വിനോദസഞ്ചാര വ്യാപാര മേഖലകൾക്ക് വൻ ഉണർവാവുകയും ചെയ്യും. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് പുതിയ തുടക്കമിടുന്നതാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ പുതിയ അധ്യായം കൂടിയാണ് ഇവിടെ തുടങ്ങുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഒന്നാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് 2134 കോടിയോളം രൂപയാണ്. പദ്ധതിക്കായി 33 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തത്. 5771 മീറ്റർ വനമേഖലയിലൂടെയും 2964 മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നുപോകുന്നത്. 2007 ശേഷം കഴിഞ്ഞ LDF സർക്കാർ ഇത് ഒരു സ്വപ്ന പദ്ധതിയായി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് തുരങ്കപാതയായിട്ട് നടത്താനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് തുരങ്കപാതയായിട്ട് വന്നത്. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഇവിടുത്തെ കൃഷിയും മറ്റു കാര്യങ്ങളും നശിച്ച് ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് ഈ പദ്ധതി വരുന്നത്. ഈ നാട്ടുകാർക്ക് ഒരു സ്വപ്ന പദ്ധതി തന്നെയാണിത്. കോഴിക്കോട് മറിപ്പുഴ മുതൽ വയനാട് മീനാക്ഷി പാലം വരെയുള്ള അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാതയുടെ 8.11 കിലോമീറ്റർ ദൂരം ഇരട്ട തുരങ്കങ്ങളാണ്. പദ്ധതിയിൽ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 2 പ്രധാന പാലങ്ങളും മറ്റു 3 ചെറുപാലങ്ങളും ഉൾപ്പെടും. മറിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് മീനാക്ഷി ബ്രിഡ്ജ് കള്ളാടിക്കപ്പുറമുള്ള മീനാക്ഷി ബ്രിഡ്ജിലാണ് അവസാനിക്കുന്നത്. 8.3 കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യം. അതിന് 2241 കോടിയോ എങ്ങാണ്ട് ചിലവ് വരും. ഇവിടുന്ന് ഇപ്പോൾ 78 കോടി രൂപയുടെ പാലത്തിന് ടെൻഡറും കഴിഞ്ഞു, എല്ലാം ഓപ്പണായി ഇരിക്കുകയാണ്. അത് ഗുജറാത്ത് കമ്പനി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 4 വർഷം കൊണ്ട് പണി പൂർത്തിയാകും. 2 പാക്കേജുകളിലായാണ് നിർമ്മാണം. പാലവും അപ്രോച്ച് റോഡും 1ാമത്തെ പാക്കേജിലും ടണൽ പാത 2ാമത്തെ പാക്കേജിലുമാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ആനക്കാംപൊയിലിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം. മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് ഗുണകരമാവുന്ന ചരിത്ര നേട്ടം കൂടിയാണിത്. ജനം, കോഴിക്കോട്.